ചില പിന്നെ സംഘടനകളുടെ കൊടി വെച്ചിട്ട് പിന്നെ ഒരു വെള്ളത്തിന്റെ ടാങ്കറും കൊണ്ട് കറങ്ങി ഒരു ഷോ നടത്തുന്നത് അത് അത്ര ഗുണപര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഷോയൊന്നും നമുക്ക് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം. ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലം മറ്റേ ആറ്റുകാൽ പൊങ്കാല നടത്തിപ്പിൽ സഹകരിച്ചു പോകുന്ന ആളാണ്. 3 പ്രാവശ്യം MLA എന്നുള്ള നിലയിലും 1 പ്രാവശ്യം മേയർ എന്നുള്ള നിലയിലും ഒക്കെ ഇപ്പൊ അവിടെ ഒരു വിവാദങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പോലും എല്ലാവരും സഹകരിച്ചു പോകുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ മുസ്ലിങ്ങളുടെ വീടുകൾ തുറന്നു കൊടുക്കാറുണ്ട്, ക്രിസ്ത്യാനിയുടെ വീടുകൾ തുറന്നു കൊടുക്കാറുണ്ട്. എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരും പൊങ്കാലയായിട്ട് സഹകരിക്കാറുണ്ട്. മറ്റ് മുസ്ലിം സമൂഹത്തിലൊക്കെ പെട്ടവരുടെ വീട്ടിൽ ഒരാഴ്ച മുമ്പ് തന്നെ വന്ന ആൾക്കാർ താമസിക്കുന്നുണ്ട് പൊങ്കാല ഇതിനു വേണ്ടി. അപ്പൊ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തന്നെ അവര് പരിഹരിച്ചു പോകും. ആരെന്ത് മുതലെടുപ്പിന് ശ്രമിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും പ്രദേശത്ത് അല്പസമയം വെള്ളത്തിന് മറ്റോ ഒരു കുറവ് സംഭവിച്ചാൽ ഈ 10-20 ലക്ഷം ആൾക്കാർ വന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതൊന്നും അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അല്ലേ പരിഹരിക്കപ്പെടുക എന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് പകരം ചില സംഘടനകളുടെ കൊടി വെച്ചിട്ട് ഒരു വെള്ളത്തിന്റെ ടാങ്കറും കൊണ്ട് കറങ്ങി ഒരു ഷോ നടത്തുന്നത് അത് അത്ര ഗുണപര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഷോയൊന്നും നമുക്ക് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം.